Welcome back to Disha Academy. Hope your preparations are going very well. ഏറ്റവും നന്നായി തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. ഒരാളും മടിച്ചു പുറകോട്ടേക്ക് നിൽക്കാതിരിക്കുക. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതികളിലൊക്കെയും ഞാൻ അതിനെ വിനിയോഗിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക. സംടൈംസ് നമ്മൾ വലിയ പ്രതിജ്ഞ ഒക്കെ ചെയ്താൽ പോലും ചില സമയത്ത് മടിയുടെ പിടിയിൽ അകപ്പെടാറുണ്ട് അല്ലെ ചിലപ്പം ഡീമോട്ടിവേറ്റഡ് ആകും. ആയിക്കൊള്ളട്ടെ, അതും ഈ യാത്രയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ചവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അതിനെ ഒരു ചാലഞ്ചായി കണ്ടുകൊണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ആഗ്രഹിച്ച പൊസിഷനിൽ ഇന്ന് അവരെത്തി നിൽക്കുകയാണ്. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. അവിടെ നമുക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ നമുക്ക് ആവശ്യം പ്രാക്ടീസ്. ആ പ്രാക്ടീസ് ഓറിയന്റഡ് ആയി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇന്നത്തെ വീഡിയോയില് SSC MTS പരീക്ഷയിലെ ഒരു എൻറ്റയർ ഷിഫ്റ്റിലെ മുഴുവൻ ചോദ്യങ്ങളും വെരി ഡീറ്റെയിൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കേവലം ആൻസർ കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരി ആ ചോദ്യം തൊടുന്ന എല്ലാ മേഖലകളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. നമുക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാനില്ല, നഷ്ടപ്പെടുത്താനില്ല. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ സ്ക്രീനിൽ ഒരു സെന്റൻസ് നൽകിയിട്ടുണ്ട്. ആ സെന്റൻസിലെ 4 വാക്കുകൾ അണ്ടർലൈൻഡ് ആണ്. അതിൽ ഒരെണ്ണം ഇൻകറക്ട്ലി സ്പെൽഡ് ആണ്. സോ ആ വാക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് our task. So let's read the sentence. Let's appreciate support. നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മൈറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. എവിടേക്ക്? ടു ദ പ്രൊമോഷണൽ എഫേർട്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇപ്പൊ 4 വാക്കുകൾ ഏതൊക്കെയാണ്? അപ്രീഷിയേറ്റ്, കോൺട്രിബ്യൂട്ട്, പ്രൊമോഷണൽ ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും ഏതാണ് ഇൻകറക്ട്ലി സ്പെൽഡ്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ മൈറ്റ് എന്നൊരു വാക്ക് അല്ലെ, മൈറ്റ്. ഇവിടെ മൈറ്റ് എന്ന ഓക്സിലറി വെർബ് നമ്മൾ കണ്ടു. മൈറ്റ് ആസ് എ നൗൺ മീൻസ് ശക്തി എന്നാണ് കേട്ടോ. ഇവിടെ മൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തി. നമ്മുടെ ശക്തി സംഭാവന ചെയ്യാന്നുള്ളതാണ്. സ്ട്രെങ്ത്, ഫോഴ്സ്, പവർ അല്ലെ വിഗർ എന്നും പറയാറുണ്ട് കേട്ടോ. വിഗർ, ഊർജ്ജസ്വലത, പ്രസരിപ്പ് എന്നൊക്കെയാണ് വിഗർ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ 4 വാക്കുകൾ എക്സ്ട്രാ നമ്മൾ പഠിച്ചല്ലേ? യെസ്. അപ്പൊ ഇവിടെ തെറ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി മലയാളത്തിൽ എഴുതുമ്പോൾ പോലും നമ്മൾ 2 മാ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? 2 എം വേണം. ഇവിടെ 1 എം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അപ്രീഷിയേറ്റും കോൺട്രിബ്യൂട്ടും പ്രൊമോഷനും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് സ്പെൽ ചെയ്തിരിക്കുന്നത്. So the incorrectly spelled word is community. Okay, community. Appreciate ചെയ്യാന്നാണ്, അഭിനന്ദിക്കുക എന്നാണ് അല്ലെ? വാല്യൂ, അഡ്മയർ, അഡ്മിയർ ചെയ്യാൻ നമ്മൾ പറയില്ല, അഡ്മിയർ ചെയ്യാം. ചെറിഷ്, ഇതൊക്കെ അപ്രീഷിയേറ്റ് എന്ന വാക്കിന്റെ സിനോണിംസ് ആണ്. കോൺട്രിബ്യൂട്ട് എന്നാണ് സംഭാവന ചെയ്യുക, കൊടുക്കുക എന്നൊക്കെയാണ്. ഗിവ്, ഡൊണേറ്റ്, പ്രൊവൈഡ്. കേട്ടോ? യെസ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം കമ്മ്യൂണിറ്റി ആണ്. കറക്റ്റ്ലി സ്പെൽ ചെയ്താൽ ഇങ്ങനെ വരിക കേട്ടോ. 2 എം വേണം. മലയാളത്തിൽ എഴുതുമ്പോ 2 മായും, ഇംഗ്ലീഷിൽ എഴുതുമ്പോ 2 എം വേണം. ആർക്ക്? കമ്മ്യൂണിറ്റിക്ക്. യെസ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. രണ്ടാമത്തെ ചോദ്യത്തിൽ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഫ്രേസൽ വെർബ് തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് കണ്ടെത്തുക. ഓക്കെ, ഫ്രേസൽ വെർബ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അത് ഏതിലാണ് തെറ്റായിട്ട് കോണ്ടെക്സ്റ്റ് വിരുദ്ധമായിട്ട് കൊടുത്തിട്ടുള്ളത്? ഒന്ന് വായിച്ചു നോക്കി. ക്ലീൻ അപ്പ് ദ മെസ് ഇൻ ദ കിച്ചൺ, ഇറ്റ് ഈസ് അൺഹൈജീനിക്. അൺഹൈജീനിക് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്തതാണ് കേട്ടോ. അപ്പൊ കിച്ചണിലെ അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യും, കാരണം അത് ഭയങ്കര വൃത്തിയില്ലാതെ കിടക്കും. വൃത്തിയില്ലാതെ കിടക്കാനെ നമ്മൾ മറ്റൊരു വാക്കും കൂടി പറയും, അൺടൈഡി എന്നും പറയും കേട്ടോ. ഓർത്തു വെക്കുക. യെസ്. അപ്പം മെസ് എന്ന് പറഞ്ഞ ഡേർട്ട് ആണ്. അപ്പം വൃത്തിയാക്കുന്നതിന് ഇവിടെ കറക്റ്റ് ആയിട്ട് ക്ലീനപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റ് ആണ്, സാഹചര്യത്തിന് ചേരുന്നുണ്ട് അല്ലെ? ക്ലീൻ അപ്പ് ചെയ്യാം. ടു റിമൂവ് ഡേർട്ട് എന്നാണ് കേട്ടോ. ടു റിമൂവ് ഡേർട്ട് എന്നാണ് അതിന്റെ മീനിങ്. ഇനി അടുത്തത്, വി ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഡ്യൂറിംഗ് ദി ഇവന്റ്. നിന്നെ കാണുന്നത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇപ്പം ഈവന്റിൽ നീ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും നിന്നെ കാണും. അപ്പൊ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുമ്പോ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല, കാരണം അതിന്റെ മീനിങ് എക്സ്പെക്ട് അല്ലെങ്കിൽ അവൈറ്റ് എന്ന് പറയും. മറ്റൊരു വാക്കും കൂടിയുണ്ട്, ആന്റിസിപ്പേറ്റ് ചെയ്യുക. ആന്റിസിപ്പേറ്റ്. ഈ മുൻകൂർ ജാമ്യത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ ആണെന്നൊക്കെ ഈ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചൊരു അറിവുണ്ട് അല്ലെ? ആന്റിസിപ്പേറ്റ് ചെയ്യാന്നുണ്ട് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അടുത്തത്, ടു ഏൺ എ സിഗ്നിഫിക്കന്റ് പ്രോഫിറ്റ്, അതായത് ലാഭം ഉണ്ടാക്കാൻ യു ആർ അഡ്വൈസ് ടു ഡീൽ ഇൻ
യു ആർ അഡ്വൈസ് ടു ഡീൽ ഇൻ. എന്താ ഒരു ഫ്രേസൽ വെർബിന്റെ അർത്ഥം? കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ടു ട്രേഡ് എന്നാണ് ഈ പറഞ്ഞ ഡീൽ ഇൻ എന്ന ഒരു ഫ്രേസൽ വെർബിന്റെ അർത്ഥം. അതായത് ഈ ഇലക്ട്രോണിക് ഐറ്റംസ് കച്ചവടം ചെയ്താൽ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് ഫൈനലി ലാസ്റ്റ് സെന്റൻസ് വായിച്ചു. വൈ ഡസ് ഷീ ബ്രേക്ക് ഔട്ട് വിത്ത് ഓൾ ഹർ ഡിയർ വൺസ്? അവൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം അവൾ എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത്? ഈ ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഔട്ട് എന്നാണോ പറയുക? നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പൊട്ടി പാളീസ് ആവുമ്പോഴേ നമ്മൾ എന്തായിന്ന് സാധാരണ പറയാം? ബ്രേക്ക് ഔട്ട് ആയി എന്നാണോ പറയാം? നോ, വി സേ ബ്രേക്ക് ഔട്ട് അല്ലെ. സോ ഇറ്റ്സ് ബ്രേക്ക് അപ്പ്. ബ്രേക്ക് ഔട്ട് അല്ല, ബ്രേക്ക് അപ്പ്. ബ്രേക്ക് അപ്പ് വിത്ത് സംവൺ എന്നാ പറയാ. എന്തിന്? ടു എൻഡ് റിലേഷൻഷിപ്പ് വിത്ത് someone. To end a relationship with someone. Break up. അപ്പൊ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വെർബ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഇവിടെ ശരിയാവില്ലെങ്കിലും മീനിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ടു സ്റ്റാർട്ട് ക്വിക്ക്ലി എന്നാണ്. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ട് അതിന്റെ മീനിങ്. ബ്രേക്ക് ഔട്ട്, ടു സ്റ്റാർട്ട് സഡൻലി. നമ്മൾ അതിനെ ബേസ്റ്റ് ഔട്ട് എന്ന് പറയും. ബേസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ കേവലം ബിഗിൻ എന്ന് പറയാം. ബിഗിൻ. പിന്നെ ഈ പൊട്ടി പുറപ്പെടുന്നതിനൊക്കെ ഇറപ്റ്റ് ചെയ്യുക എന്ന് പറയും. ഇറപ്റ്റ് ചെയ്യുക. സോയിൽ ഇറപ്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബേസ്റ്റ് ഔട്ട്, ബിഗിൻ, ഇറപ്റ്റ്, ഇതൊക്കെ ബ്രേക്ക് ഔട്ട് ആണ്, പൊട്ടിപ്പുറപ്പെടുക. ഫോർ എക്സാമ്പിൾ, COVID-19 ബ്രോക്ക് ഔട്ട് ഇൻ ചൈന പറയാം നമുക്ക്. അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഈ ഫ്രേസൽ വെർബ്സിന്റെ അർത്ഥമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായ കോണ്ടെക്സ്റ്റിൽ അത് ഉപയോഗിക്കാൻ പഠിക്കുക. അടുത്ത നോക്കിയേ. ദ കമ്പനി പ്ലാൻസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ ടു ദ ഗ്ലോബൽ മാർക്കറ്റ്സ് സൂൺ. അപ്പൊ കമ്പനി അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങോട്ടേക്ക് വ്യാപിപ്പിക്കാൻ പോവുകയാണ്? ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക്. അവിടെ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഡ് എന്ന വാക്ക്. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, വ്യാപിപ്പിക്കുക. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അതിന്റെ എതിർപദം. വ്യാപിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ എതിർപദം എന്തായിരിക്കും? ചുരുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പം എക്സ്പാൻഡിന്റെ കുറച്ച് മീനിങ് അതിൻ്റെ ഏതാണ്? ഗ്രോ. മലയാളത്തിൽ വ്യാപിപ്പിക്കുക എന്നാണ് കേട്ടോ. വ്യാപിപ്പിക്കുക എത്രത്തോളം ശരിയാണ് മലയാളം എഴുതിയെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഗ്രോ, എക്സ്റ്റെൻഡ് എന്നും പറയും, എൻലാർജ്, ഇതൊക്കെ അതിന്റെ സിനോണിംസ് ആണ്. വൈഡൻ എന്ന് പറയും, വലുതാക്കുന്നതിനെ വൈഡൻ ദ സ്കോപ്പ്, വൈഡൻ ദ പോസിബിലിറ്റി എന്നൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇതിന്റെ ആന്റണിമാണ്. എക്സ്പാൻഡിന്റെ ഡയറക്റ്റ് സിനോണിമാണ് എന്ത്? സ്പ്രെഡ് എന്നുള്ളത്. അപ്പൊ ഇവിടെ അത് ശരിയാവില്ല, കാരണം അത് സിനോണിമാണ്. നോ. ഡൈവേഴ്സിഫൈ, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, വി ഫൈൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി മീൻസ് വൈവിധ്യം. ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വൈവിധ്യവൽക്കരിക്കുക എന്നുള്ളത്. ഓക്കെ, വൈവിധ്യവൽക്കരിക്കുക. ടു മേക്ക് സംതിങ് വേരീഡ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ, ഡൈവേഴ്സിഫൈ. അപ്പം ഇത് വ്യാപിപ്പിക്കാന്നാണെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ആന്റണിമ ഏതാ? റെസ്ട്രിക്റ്റ് എന്നാണ് കേട്ടോ. റെസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കുക, തടയിടുക എന്നൊക്കെയാണ്. തടയുക എന്നാണ് കേട്ടോ. തടയുക. നമ്മൾ അതിനെ ബ്ലോക്ക് എന്ന് പറയും. ബ്ലോക്ക്, ലിമിറ്റ്, കൺസ്ട്രെയിൻ. നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് വാക്കുകൾ എഴുതാം. കൺസ്ട്രെയിൻ, കൺഫൈൻ, കർബ് ചെയ്യാന്ന് പറയും, ലിമിറ്റ് ചെയ്യാന്ന് പറയും, റിസ്ട്രെയിൻ ചെയ്യാന്ന് പറയും. റിസ്ട്രെയിൻ. അപ്പൊ നോക്കി എത്ര വാക്കുകളാണ് നമ്മൾ പഠിച്ചതല്ലേ. റെസ്ട്രിക്റ്റിന്റെ സിനോണിംസ് ആയിട്ട് ബ്ലോക്ക് പഠിച്ചു, ലിമിറ്റ് 2 തവണ എഴുതിപ്പോയി അല്ലെ, സോറി. കൺസ്ട്രെയിൻ പഠിച്ചു, കൺഫൈൻ പഠിച്ചു, കേർബ് ചെയ്യുക, കേർബ്, തടസ്സം എന്നാണ് അതിന്റെ അർത്ഥം. ഹിൻഡർ ചെയ്യുക, ഹിൻഡർ എന്ന വാക്കും കൂടി ഉണ്ട് കേട്ടോ. ഹിൻഡർ. ലിമിറ്റ് ചെയ്യുക, റിസ്ട്രെയിൻ ചെയ്യുക, ഇതൊക്കെ ആരുടെയാണ്? റെസ്ട്രിക്റ്റിന്റെ സിനോണിംസ് ആണ് കേട്ടോ. എലിമിനേറ്റ് നമുക്കറിയാം, പുറത്താക്കുക എന്നാണ്. ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഈ എലിമിനേഷൻ ഉണ്ടല്ലോ അല്ലെ, നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുക എന്ന് പറയും. ഈ തുടച്ചു മാറ്റുക എന്ന അർത്ഥത്തിലുള്ള ഇറാഡിക്കേറ്റ് അതിന്റെ സിനോണിമാണ്. അബോളിഷ് എന്ന് പറയാറുണ്ട് കേട്ടോ. അബോളിഷ്. മൊത്തത്തിൽ ഒരു കാര്യത്തെ അപ്പാടെ
തീർത്തും മാറ്റി നിർത്തുന്നതിനെയാണ് അബോളിഷ് എന്ന് പറയുക. ഒഴിവാക്കുക, ഡിസ്കാർഡ്, ഇറാഡിക്കേറ്റ്, അവോയ്ഡ്, ഇതൊക്കെ ആ പറഞ്ഞ എലിമിനേറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇവിടെ ട്രയംഫ് എന്ന വാക്കിന്റെ ആന്റണിമാണ്. ആന്റണി എന്ന് പറഞ്ഞാൽ എതിർപദമാണ്. ട്രയംഫ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയംഫ് വന്നാൽ നമ്മൾ ഭയങ്കര സന്തോഷമുള്ളവരാകും. ട്രയംഫ് മീൻസ് വിക്ടറി അല്ലെങ്കിൽ സക്സസ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെന്റ് എന്ന് പറയാം. യെസ്. അപ്പം ട്രയംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയം എന്നാണ്. അപ്പൊ ഈ വിജയത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? എന്തായാലും ഡിലേ അല്ല. ഡിലേ നമുക്കറിയാം താമസം എന്നാണ് അല്ലെ. താമസം, കയറി താമസിക്കുന്നതിനല്ല. ഇത് ഡിലേ അറിയാലോ. ലാഗ്, ഡിഫർമെന്റ്, പോസ്റ്റ്പോൺമെന്റ്. ഓക്കെ, ഈ ഡിലേ അല്ല. പിന്നെ വിജയമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഫെയിലിയർ അല്ലെ. ഫെയിലിയർ, തോൽവി. ഏതൊക്കെയാണ് സിനോണിംസ്? ഡിഫീറ്റ് എന്ന് പറയും, ലോസ്, സെറ്റ്ബാക്ക്. ഇതൊക്കെ തോൽവിയുടെ സിനോണിംസ് ആണ് കേട്ടോ. അറ്റന്റീവ്നെസ് എന്ന് വെച്ചാൽ ശ്രദ്ധ എന്നാണ്, അവയർനെസ് അല്ലെങ്കിൽ എന്താണ് പറയുക, കെയർഫുൾനെസ് എന്നൊക്കെയാണ് ഈ അറ്റന്റീവ്നെസ് എന്ന വാക്കിന്റെ അർത്ഥം. ലാബ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചിലപ്പോൾ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരുപക്ഷെ ലാബ്സ് ആയിരിക്കും. ഈ ലാബ്സിന്റെ അർത്ഥം ഇത് സമ്പൂർണ്ണ വിജയം എന്നാണെങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ആന്റണിയും സമ്പൂർണ്ണ പരാജയമായിരിക്കണം. ലാബ്സ് മീൻസ് ഈ പരാജയമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷെ അതിന്റെ കറക്റ്റ് അർത്ഥം എ സ്മോൾ എറർ എന്നാണ്. അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. അതൊരിക്കലും ഒരു പൂർണ്ണ പരാജയമൊന്നുമല്ല, കറക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമാണ് ഈ ലാബ്സ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഫെയിലിയർ ആണ് ഇതിന്റെ കറക്റ്റ് ആന്റണിം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. I cannot see without my glasses. അപ്പൊ ഇവിടെ അണ്ടർലൈൻ, ഗ്ലാസസ് അണ്ടർലൈൻഡ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് ഇവിടെ ഗ്ലാസസ് കാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റില്ല, ഇത് ഗ്ലാസ് ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഗ്ലാസസ് എന്ന് പറയുന്നത് ചായ ഗ്ലാസ് ആണോ? അല്ല കടയിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണോ? അല്ല. ഇവിടെ ഈ ഗ്ലാസസ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, എ ഡിവൈസ് യൂസ്ഡ് ടു കറക്റ്റ് ദ ഡിഫക്ട്സ് ഓഫ് വിഷൻ. കാഴ്ച പരിമിതി കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, അതിനെയാണ് ഇവിടെ ഗ്ലാസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ അപ്രോപ്രിയേറ്റ് മീനിങ്, ഇവിടുത്തെ മീനിങ് ഇതാണ്. ഓക്കെ, an unbreakable ഒബ്ജക്റ്റ് ഒന്നുമല്ല. ഗ്ലാസ് ബ്രേക്കബിൾ അല്ലേ, അവിടെ തന്നെ അത് പോയി. എ ഫ്രജൈൽ ഒബ്ജക്റ്റ് ശരിയാണെങ്കിൽ പോലും ഈ കോണ്ടെക്സ്റ്റിൽ ഇതുമായിട്ട് ചേരുന്നില്ല. എ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ജാറാണ്. ജാർ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ആയാലും ഉണ്ടല്ലോ അല്ലെ. ഫ്രജൈൽ എന്ന വാക്കിന്റെ അർത്ഥം ഇതൊരു പക്ഷെ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലെ. ഫ്രജൈൽ മീൻസ് ലോലമായ എന്നാണ് കേട്ടോ. ലോലമായ, പെട്ടെന്ന് പൊട്ടുന്ന, ഈസിലി ബ്രോക്കൺ ആയിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഫ്രജൈൽ എന്ന് പറയും. ഇപ്പൊ ഒരാൾക്ക് ഭയങ്കര പെട്ടെന്ന് വേദനിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അയാൾക്ക് എന്താണെന്ന് പറയാം, ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ഹാർട്ട് ഉണ്ടെന്ന് പറയാം, അല്ല ഒരു മനസ്സുണ്ടെന്ന് പറയാം. ഫ്രജൈലിന്റെ കുറച്ച് സിനോണിംസ് എഴുതിക്കോ. ബ്രിറ്റിൽ, ഫ്ലിംസി, അതുപോലെ തന്നെ ഡെലിക്കേറ്റ്, നേർത്ത ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് എന്നാ പറയാം കേട്ടോ. അപ്പൊ ബ്രിറ്റിൽ, ഫ്ലിംസി, ഡെലിക്കേറ്റ്, ഇതൊക്കെയാണ് ആരുടെ? ഫ്രജൈൽ എന്ന വാക്ക്. നമ്മൾ ഇതിനെ സ്പെക്ടക്കിൾസ് എന്ന് പറയാറുണ്ട് കേട്ടോ. സ്പെക്ടക്കിൾസ് ഇതൊരു പ്ലൂരൽ നൗൺ ആണ്, അത് ആലോചിക്കണം. ഓക്കെ, സ്പെക്ടക്കിൾസ് ഇസ് എ പ്ലൂരൽ നൗൺ. യെസ്, ഗ്ലാസസ്. അപ്പം ഒരു ഇഡിയം ഉണ്ട്. എന്താ ഇഡിയം? ടു ഷോ ദ വൈറ്റ് ഫെദർ. എഴുതിയിരിക്കുന്നതും വെള്ളയിൽ തന്നെയാണ് അല്ലെ. വെള്ളത്തൂവല് കാണിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ഈ വെള്ള എന്ന് പറയുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന എന്തിനാ? സമാധാനം എന്നാണ് അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയോ? ഓപ്ഷൻ ബി അങ്ങോട്ട് തെരഞ്ഞെടുക്കും, അതായത് ടു മെയിൻറ്റെയിൻ പീസ്. കാരണം വെള്ളത്തൂവൽ, വെള്ള സമാധാനമാണല്ലോ, വെള്ളക്കൊടി പറപ്പിക്കുമ്പോഴാണല്ലോ യുദ്ധമൊക്കെ നിർത്തുന്നതെന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല. ഈ ഇഡിയത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ഭീരുത്വത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. അതായത് പേടിയുള്ള ആറ്റിറ്റ്യൂഡിനെയാണ് എന്ത് പറയുക? ഈ ടു ഷോ ദ വൈറ്റ് ഫെദർ എന്ന് പറയുക. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാ? ടു ആക്ട് കവേർഡ്ലി, ഭീരുത്വത്തോടെ പെരുമാറുക.
നിങ്ങൾ ഇങ്ങനെ തന്നെ ചിന്തിച്ചോളൂ. ഇപ്പൊ ഈ വെള്ള കളറിനെ സാധാരണ അസോസിയേറ്റ് ചെയ്യാറുള്ളത് സമാധാനത്തോടാണ് അല്ലെ. വെള്ള വന്നാൽ അതിപ്പോ വെള്ളത്തൂവലായാലും വെള്ള തുണി ആയാലും സമാധാനം ഉണ്ടാവും. ഈ പുരാതന യുദ്ധ ചരിത്രത്തിലൊക്കെ സമാധാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് വീക്ക്നെസിന്റെ ഒരു പ്രതീകമായിട്ടാണ് കണ്ടത്. ഇപ്പം വെള്ളക്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനമാണല്ലോ, സമാധാനം എന്ന് പറയുന്നത് വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇനി അതുപോലെ ഇതിന്റെ കറക്റ്റ് ഒറിജിൻ പറഞ്ഞു വരുമ്പോ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കോഴിപ്പോര് നടത്തുമായിരുന്നു. കോഴിപ്പോര് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് കോഴികളെ തമ്മിലിടിപ്പിക്കുന്നു, അത് കണ്ട് രസിക്കുന്ന ഒരു കലാപരിപാടി, ഒരു വിനോദത്തെയാണ് കോഴിപ്പോര് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് ആക്ച്വലി ബാൻഡ് ആണ്. എന്നിരുന്നാലും ആന്ധ്രാപ്രദേശിലെ ചില റീജിയൻസിലൊക്കെ ഇപ്പോഴും നടക്കാറുണ്ട്, ഇഷ്ടംപോലെ ബെറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഓക്കെ, അപ്പം ഈ കോഴിപ്പോരിന് വേണ്ടിയിട്ടുള്ള കോഴിയെ സെലക്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്തിരുന്ന ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, അത് കറുത്ത തൂവലുള്ളതായിരിക്കണം. കറുത്ത തൂവൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി അഗ്രസീവ് ആയിരിക്കും, നല്ലൊരു കോമ്പറ്റീറ്റർ ആയിരിക്കും. എങ്ങാനും ഒരു വെള്ളത്തൂവലെങ്ങാനും അതിന്റെ വാലിലെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു മത്സരത്തിന് കൂട്ടില്ല. കാരണം വെള്ളത്തൂവലുള്ള കോഴിയാണോ അത് നല്ല കോമ്പറ്റീറ്റർ ആയിരിക്കില്ല, അത് പേടിയോടെ തിരിഞ്ഞോടും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ ഒരു ചിന്തയിൽ നിന്നാണ് ആൾക്കാർ ഈ വെള്ളത്തൂവൽ എന്നതിനെ ഈ ഭീരുത്വവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് വെള്ളത്തൂവൽ കാണിച്ച അതിന്റെ അർത്ഥം എന്താണ്? പേടിയാണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് എവിടുന്ന വന്ന ഈ കോഴിപ്പോരിന്റെ ആ കോണ്ടക്സ്റ്റിൽ നിന്നാണ് ഈ ഇടിയം വന്നത്. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് ഓർത്തിരിക്കാം കേട്ടോ. യെസ്, അപ്പം വെള്ളത്തൂവല് കാണിക്കുന്നവൻ ഭീരുവാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ആക്ട് ബ്രേവിലി എന്നൊക്കെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വരില്ല ഷോ ആങ്കർ, അഗ്രസീവ്നെസ് കാണിക്കുക, നോ. മെയിൻറ്റെയിൻ പീസ്, തീരെയല്ല. അപ്പം ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പൊ അതൊരു പുതിയ ഇടിയം പഠിച്ചേ, വെള്ളത്തൂവല് കാണിക്കുക, ഇത് ഭീതിയുടെ പേടിയുടെ ലക്ഷണമാണ്. ഓക്കെ, അപ്പൊ 4 സെന്റൻസസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതില് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്, ഗ്രാമർ പ്രകാരം കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പം ഇത് എ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് തിരിയത്തില്ലായിരിക്കും. ബി, സി, ഇത് ഡി. ഓക്കെ, ക്ലിയർ. നമുക്ക് ഡി തൊട്ട് തുടങ്ങാം. ആൻ അൺഎക്സ്പെക്ടഡ് പവർ ഫെയിലിയർ കംപ്ലീറ്റ്ലി ഫോയിൽ. ഫോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാന്നാണ് അർത്ഥം കേട്ടോ. ബ്ലോക്ക് അല്ലെങ്കിൽ ഹിൻഡർ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഏത്? ഫോയിൽ എന്ന വാക്കിന്റെ അർത്ഥം. പഠിച്ചേ, പുതിയൊരു വാക്കാണല്ലോ അല്ലെ. ഫോയിൽഡ് എ പ്ലാൻ ഓഫ് എ ടീം. ഇവിടെ കൃത്യമായ പ്ലാൻ ഉള്ള ടീം എന്ന് പറയുന്നില്ലേ. അപ്പം എ ടീം എന്ന് പറഞ്ഞ ഏതോ ഒരു ടീം എന്നല്ലേ, ഒരു ടീം. നോ, ഐ എം ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ ടീം ഹിയർ അല്ലെ. ഒരു പ്രത്യേക പ്ലാൻ ഉള്ള ടീമിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അപ്പം എ ടീം എന്ന് പറയാൻ ഗ്രാമാറ്റിക്കലി ഓക്വേർഡ് അല്ലേ. അവിടെ ശരിക്കും എന്തായിരുന്നു വരേണ്ടത്? ദ ടീം എന്നായിരുന്നു. അപ്പം ഇത് സംശയത്തിന്റെ നിഴലിലാണ്. അതായത് ഇവിടെ എ ചേർത്തുകൊണ്ട് ഇത് കുറച്ച് ഓക്വേർഡായി മാറി. അപ്പം തെറ്റ്. ഇനി നമുക്ക് സി നോക്കാം. എ അൺഎക്സ്പെക്ടഡ്. നമുക്കറിയാം ആർട്ടിക്കിൾസ് എയും ആനും ഉപയോഗിക്കും. അതിനൊരു നിയമമുണ്ട്. ചുമ്മാ നമുക്ക് തോന്നിയോടത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എ ഉപയോഗിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ വവൽ സൗണ്ടിൽ തുടങ്ങുന്ന ഒരു വേർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ആൻ ഉപയോഗിക്കാം. ഞാൻ എഴുതിയത് മാറിപ്പോയതാണ് കേട്ടോ. ഇനി എ എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുക? കോൺസോണന്റ് ശബ്ദമാണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? എ ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നിയമം. വവൽ സൗണ്ട് ആണെങ്കിൽ, വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു ഇതിൽ തുടങ്ങുന്നതാണെങ്കിൽ ആൻ, ശബ്ദമാണ്, ലെറ്റർ അല്ല. ഓക്കെ, അല്ലാത്ത ശബ്ദങ്ങളിൽ തുടങ്ങുന്നതാണെങ്കിൽ എ. ഇവിടെ അൺഎക്സ്പെക്ടഡ് ആ, വവൽ സൗണ്ട് അല്ലേ ആ, അപ്പൊ ഇവിടെ എ പറ്റൂ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് വരണമായിരുന്നു? ഇവിടെ ആൻ എന്ന് വരണമായിരുന്നു. അപ്പൊ ഇതിന്റെ സാധുതയും പോയി. ഇനി ഇവിടെ നോക്കാം. ആൻ ഇവിടെ കറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻ അൺഎക്സ്പെക്ടഡ് പവർ ഫെയിലിയർ കംപ്ലീറ്റ്ലി ഫോയിൽഡ് ദ പ്ലാൻ ഓഫ് ദ ടീം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടാ തോന്നുന്നത്. നമുക്ക് എയും കൂടി നോക്കാം. ആൻ അൺഎക്സ്പെക്ടഡ് പവർ ഫെയിലിയർ കംപ്ലീറ്റ്ലി ഫോയിൽഡ് ആൻ പ്ലാൻ. ഇവിടെ പോയി. ഈ പ്ലാൻ എന്ന് പറയുന്നത് ഏതിലാ തുടങ്ങുന്നത്? കോൺസോണന്റ് ശബ്ദമല്ലേ, പ അല്ലെ, പി കോൺസോണന്റ് ശബ്ദമാണ്. അപ്പൊ ഇവിടെ എ അല്ല വരേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി എ വരില്ല. പിന്നെ ഏതൊക്കെ വരാത്തത്? എ വരില്ല, സി വരില്ല, ഡി വരില്ല. നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. തിരിഞ്ഞു. ബാക്കി മൂന്നിടത്ത് ഒന്നെങ്കിൽ ആർട്ടിക്കിളിന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്, ചിലയിടത്ത് ദാ ഇല്ല, ചിലയിടത്ത് എ മാൻ ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല. ഇതെല്ലാം കറക്റ്റ് ആയി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്തത് യെസ്,
എറർ സ്പോട്ടിംഗ് ആണ്. അപ്പൊ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എ, ബി, സി, ഡി. അപ്പൊ ഏത് ഭാഗത്താ തെറ്റുള്ളതെന്ന് മാത്രം നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. മൈ ബ്രദർ ട്രെയിൻസ് യങ് ഗേൾസ്. അപ്പം ചെറിയ പ്രായമുള്ള പെൺകുട്ടികളെ ഒരു ഫുട്ബോൾ അക്കാഡമിയിൽ എന്റെ സഹോദരൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. വേറാസ് മീൻസ് വൈൽ എന്ന് ചിന്തിക്കുക. വൈൽ അവൻ അങ്ങനെ ട്രെയിൻ ചെയ്യുമെന്ന ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ഗെറ്റ്സ് എ ഹാൻസം സാലറി ടു ടീച്ച് മാത്തമാറ്റിക്സ് അറ്റ് ദ സെയിം പ്ലേസ്. അപ്പൊ അവൻ അവിടെ ഫുട്ബോൾ അക്കാഡമിയിൽ പിള്ളേരെ ഫുട്ബോൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എനിക്കതിന് ഒരു ഹാൻസം സാലറി എന്ന് പറയുമ്പോൾ, ഹാൻസം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നല്ല താടി മീശയുള്ള സുന്ദരമായ സാലറി എന്നൊന്നും കരുതിയേക്കരുതേ. ഹാൻസം സാലറി എന്ന് പറഞ്ഞാൽ, ഹാൻസം മീൻസ് ഇവിടെ അതിന്റെ അർത്ഥം ഗുഡ് അല്ലെ, ഡീസെന്റ്, സൈസബിൾ എന്നൊക്കെയാണ് കേട്ടോ. സൈസബിൾ എന്നൊക്കെയാണ് ഇവിടെ ഹാൻസത്തിന്റെ അർത്ഥം. സി, എനിക്ക് കിട്ടുക എന്ന് പറയുമ്പം ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺ ആണ് ആര്? ഐ. ഐയുടെ കൂടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഐയുടെ കൂടെ നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. ദാറ്റ് മീൻസ് പ്ലൂരൽ വെർബ്. നമ്മൾ ഐ വിൻസ് എന്ന് എവിടെയെങ്കിലും പറയാറുണ്ടോ? ഞാൻ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ വിൻ. എനിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഐ ഗെറ്റ്സ് എന്നല്ല, ഐ ഗെറ്റ്. അപ്പൊ റിമെമ്പർ, നമ്മുടെ റൂൾ ഇത്രയേ ഉള്ളൂ. ഐ ആണോ അവിടെ V1 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്രിയയുടെ ഒന്നാമത്തെ രൂപം. അപ്പൊ ഇവിടെ തെറ്റൊളിഞ്ഞു കിടക്കുന്നത് ബി പാർട്ടിലാണ്. ഇവിടെ ഗെറ്റ്സ് എന്നല്ല വരിക. എന്താ വരിക? ഗെറ്റ്. ഐ ഗെറ്റ്. ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇതെന്താണ്? ഗെറ്റ് ആണ്, ഗെറ്റ്സ് എന്ന് വരില്ല. ഓക്കെ, വെരി സിമ്പിൾ അല്ലെ. ഒറ്റ അടിക്ക് തന്നെ വായിച്ചാൽ തന്നെ, ഒറ്റ വായനയിൽ തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. That was quite simple. The bread was drier and stale. Stale എന്ന് പറഞ്ഞാൽ പഴകിയ എന്നാണ് കേട്ടോ. പഴകിയ. ഓക്കെ, യെസ്. ഓക്കെ, the bread was drier and stale. ഇവിടെ നോക്കിയേ, രണ്ട് അഡ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലേ. ഇത് ഡ്രൈ, ഡ്രയർ, ഡ്രയസ്റ്റ് എന്നാണല്ലോ. ഇത് കമ്പാരിറ്റീവ്. ഇതോ പോസിറ്റീവ്. അത് പോസിറ്റീവ് എന്ന് പറയുന്നില്ല, ബേസ് ഫോം എന്ന് ചിന്തിക്കുക. അപ്പൊ രണ്ട് വിശേഷണങ്ങളാണ്, അഥവാ രണ്ട് അഡ്ജക്റ്റീവ്സ് ആണ്. അതിൽ ഒന്ന് കമ്പാരിറ്റീവും മറ്റൊന്ന് ബേസ് ഫോമുമാണ് അഡ്ജക്റ്റീവിന്റെ. അങ്ങനെ ഒരിക്കലും വരില്ല. സി, ഈ രണ്ട് അഡ്ജക്റ്റീവ്സും ആരെ വിശേഷിപ്പിക്കുന്നേ? ഈ ബ്രെഡ് എന്ന് പറഞ്ഞ നാമത്തെ അല്ലേ വിശേഷിപ്പിക്കുന്നേ? അല്ലെ, ബ്രെഡ് എന്ന് പറഞ്ഞ നൗണിനെ അല്ലേ വിശേഷിപ്പിക്കുന്നേ? അങ്ങനെ ഒരേ നാമത്തെ തന്നെ വിശേഷിപ്പിക്കാൻ രണ്ട് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഒരേ ഫോം ആയിരിക്കണം. നമ്മളിവിടെ ഇന്ന ബ്രെഡിനേക്കാൾ കൂടുതൽ പഴകിയത് അല്ലെങ്കിൽ കൂടുതൽ ഉണങ്ങിയതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അവിടെ ഒരു കമ്പാരിസൺ ആക്ച്വലി ഇല്ല അല്ലെ. അത് ഉണങ്ങിയതും പഴകിയതും അത് മാത്രം പറഞ്ഞാൽ മതി. ഇന്നതിനേക്കാൾ കൂടുതലെന്നോ ആ സ്റ്റോക്കിനേക്കാൾ ഏറ്റവും പഴകിയതെന്നോ ഏറ്റവും ഉണങ്ങിയതെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ദർ ഇസ് നോ കമ്പാരിസൺ. അപ്പൊ ഇവിടെ ഡ്രയർ എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ആക്ച്വലി നമുക്കിവിടെ ഡ്രൈ എന്ന് മാത്രം മതി. ഓക്കെ, എന്ത് പറഞ്ഞാൽ മതി? നമ്മൾ അതിനെ എക്സ്ട്രാ കമ്പാരിറ്റീവ് ഒന്നും ആക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് സേ ദ ബ്രെഡ് ഈസ് ഡ്രൈ ആൻഡ് സ്റ്റെയിൽ. ഡ്രൈയും ആണ് സ്റ്റെയിലുമാണ്. ഒരു പക്ഷേ ഇവിടെ ദാൻ എന്ന് ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഡ്രയർ എന്നും മോർ സ്റ്റെയിൽ എന്നൊക്കെ കൊടുക്കായിരുന്നു. അങ്ങനെ ഇല്ലല്ലോ. ഇല്ലാത്ത പക്ഷം നമ്മൾ ജസ്റ്റ് ബേസ് ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. കമ്പാരിസൺ ഇല്ലാത്തപ്പോൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവിന്റെ ഫോം ആണെന്ത്? ബേസ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം എല്ലാ അഡ്ജക്റ്റീവ്സിനും 3 ഫോംസ് ഉണ്ട്: ബേസ് ഫോം, കമ്പാരിറ്റീവ് ഫോം, സൂപ്പർലേറ്റീവ് ഫോം. ഫോർ എക്സാമ്പിൾ, ടോൾ, കമ്പാരിറ്റീവ് ടോളർ, ടോളസ്റ്റ്; കോൾഡ്, കോൾഡർ, കോൾഡസ്റ്റ്; സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. ക്ലിയർ? ഓക്കെ, യെസ്. ഇപ്പൊ ഏതെങ്കിലും ചോദ്യം സമാനമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. Johannes Gutenberg invented the first printing press that could print thousands of blank number 1 a day. This made books cheaper and information dash widely blank number 2 widely available. അപ്പം ഏത് ഓപ്ഷനിലെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ ഈ രണ്ട് ബ്ലാങ്ക്സും അടിപൊളിയായിട്ട് ഫിൽ ചെയ്യാം. ഇൻവെന്റഡ് thousands of.
എന്താ പ്രിന്റ് ചെയ്യുന്നത് ആക്ച്വലി? നിങ്ങൾക്ക് ഇതിനെ രണ്ട് രീതിയിൽ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി പ്രിന്റ് ചെയ്യുന്നത്? നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സൈഡ് ആണോ? കേവലം സൈഡ് എടുത്ത് പ്രിന്റ് ചെയ്യുന്നതാണോ? ഷീറ്റ് എടുത്ത് പ്രിന്റ് ചെയ്യുന്നതാണോ? ഇല എടുത്ത് പ്രിന്റ് ചെയ്യുന്നതാണോ? പ്രിന്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? പേജസ് ആയിരിക്കില്ലേ? അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ ഡി ആണ്. ഇനി മറ്റൊരു രീതിയിലും കൂടി അതിനെ കണ്ടെത്താം. ദേ ഇവിടെ നോക്കി, ഇവിടെ ഏതാ ഫ്രേസ്? തൗസൻഡ്സ് ഓഫ് എന്നാണ് അല്ലെ? ഇവിടെ ഏതാ ഫ്രേസ്? ബ്ലാങ്കിന് മുമ്പുള്ള ഫ്രേസ് തൗസൻഡ്സ് ഓഫ് ആണ്. ഈ തൗസൻഡ്സ് ഓഫിന് ശേഷം എപ്പോഴും നമ്മളൊരു പ്ലൂരൽ, ബഹുവചനം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്ലൂരൽ നൗൺ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, തുടക്കത്തിൽ ഷീറ്റ്, ഒരു ഷീറ്റല്ലുള്ളൂ, സിംഗുലർ പാടില്ല. സൈഡ്സ് ഉണ്ട്, പക്ഷെ ലോജിക്കൽ അല്ല. സൈഡ് അല്ലല്ലോ ഒരിക്കലും പ്രിന്റ് എടുക്കുക. പിന്നെ ലീഫ്, ഇല, സിംഗുലറും ആണ്, കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധവും ഇല്ല. പിന്നെ ഏതേ ഉള്ളൂ? പേജസ്. രണ്ട് രീതി കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് വരും? പേജസ്. പിന്നെ നോർമലി ഇവിടെ മോർ തന്നെ വരിക കേട്ടോ. മോർ വൈഡ്ലി അവൈലബിൾ, അതായത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നുണ്ട് അല്ലെ? മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരു ബിഫോർ ആഫ്റ്റർ വ്യത്യാസമാണ് കാണിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ എന്തുണ്ട്? കമ്പാരിസൺ ഉണ്ട് ആക്ച്വലി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പാരിസൺ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പാരിറ്റീവ് ഫോം തന്നെ ഉപയോഗിക്കണം. ഇവിടെ ഈ വൈഡ്ലി എന്ന് പറഞ്ഞ ആഡ്വർബിന്റെ കമ്പാരിറ്റീവ് ഫോം ഏതാ? അതാക്കാൻ എന്താ ചെയ്യേണ്ടത്? മോർ ചേർക്കുക. മോർ വൈഡ്ലി. ഓക്കെ. കാരണം ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടി ഇൻഫർമേഷൻ ഇപ്പൊ ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പം കുറച്ചും കൂടി എന്ന് പറയുമ്പോൾ മോർ വൈഡ്ലി എന്ന് വേണം ചേർക്കാൻ. അവിടെ മെനി പറ്റില്ല, മോസ്റ്റ് പറ്റില്ല, പിന്നെ ഇതിന്റെ കൂടെ ഇതല്ലേ പോകുന്നുള്ളൂ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൾ ഇൻ ഓൾ, ഇപ്പം എല്ലാത്തിനേക്കാളിലും വെച്ചിട്ട് he had the more splendid collection of antique paintings ever. ഈ splendid എന്ന വാക്കിന്റെ അർത്ഥം ഇംപ്രസീവ് എന്നൊക്കെയാണ് കേട്ടോ. ഇംപ്രസീവ് അല്ലെ മാഗ്നിഫിസന്റ് എന്ന് പറയും. മാഗ്നിഫിസന്റ്, എക്സലന്റ് എന്നൊക്കെയാണ്. ഓക്കെ. അതായത് അവന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അവൻ ഇതായിരുന്നു അവന്റെ പണിയും തോന്നുന്നു. എന്തിന്റെ? ആന്റീക്കാണ്. ഈ പുരാവസ്തു സാധനങ്ങളൊക്കെ ഇല്ലേ, പഴയ പെയിന്റിങ്, അതിന്റെ ഒക്കെ വലിയ കളക്ഷൻസ് ഉണ്ട്. യെസ്. അപ്പം എല്ലാത്തിലും വെച്ചിട്ട് അവൻ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ആന്റിക് പെയിന്റിങ്സിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അവൻ ഒരു 15 കളക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 15 ഡിഫറെന്റ് കളക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കളക്ഷൻ ഏതാണ്? ഈ പറഞ്ഞ പെയിന്റിങ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും ഇംപ്രസീവ്, ഏറ്റവും സ്പ്ലെൻഡിഡ് എന്ന് പറയുമ്പോ നമ്മളിവിടെ മോർ സ്പ്ലെൻഡിഡ് എന്നല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കേണ്ടത് മോസ്റ്റ് സ്പ്ലെൻഡിഡ് എന്ന വാക്കാണ്. കാരണം ഒരു കൂട്ടത്തിൽ ഏറ്റവും മികച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്നാണല്ലോ. കമ്പാരിസൺ ഇല്ലെങ്കിൽ പോസിറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു ബേസ് ഫോം. രണ്ടാൾക്കാർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ കമ്പാരിറ്റീവ്, ആൻഡ് രണ്ടിൽ കൂടുതൽ ഒരുപാട് പേരിൽ ഏറ്റവും മികച്ചത് എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർലേറ്റീവ്. അപ്പം സ്പ്ലെൻഡിഡ് പോസിറ്റീവ്, മോർ സ്പ്ലെൻഡിഡ് കമ്പാരിറ്റീവ്, ആൻഡ് മോസ്റ്റ് സ്പ്ലെൻഡിഡ് സൂപ്പർലേറ്റീവ്. ഇപ്പൊ ഇവിടെ എന്താ വരിക? മോസ്റ്റ് സ്പ്ലെൻഡിഡ്. ഇത് ബേസ് ഫോം ആണ്. കമ്പാരിസൺ ഉണ്ട്, അപ്പൊ അത് പറ്റില്ല. സ്പ്ലെൻഡിഡസ്റ്റ് എന്നൊരു വാക്കില്ല. മോർ സ്പ്ലെൻഡിയർ എന്നൊരു വാക്കേ ഇല്ല. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Okay. The scientist conducted a series of experiments. ഒരു കുറച്ച് പരീക്ഷണങ്ങൾ നടത്തി. എന്തിനാണെന്നറിയോ? എന്തിനാ? ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് മീൻസ് അനുമാനം. അസംഷൻ എന്നൊക്കെ പറയും. അസംഷൻ, അനുമാനം. അപ്പം അനുമാനം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൈപ്പോത്തിസിസ് എന്ന വാക്കിന്റെ കൂടെ എപ്പോഴും കൊളോക്കേറ്റ് ചെയ്ത് പോകുന്നത് ഏത് വാക്കാണ്? നമ്മൾ അനുമാനം സ്ഥിരീകരിക്കുക എന്ന് പറയുമ്പോ വെരിഫൈ എന്നാണ് പറയേണ്ടത്. ഹൈപ്പോത്തിസിസ് അത് സ്ഥിരീകരിക്കാത്തടത്തോളം കാലം ഒരു ഹൈപ്പോത്തിസിസ് ആണ് അല്ലെ? ഹൈപ്പോത്തിസിസ് എപ്പോഴാണ് ഫാക്റ്റായി മാറുന്നത്, ഒരു സത്യമായി മാറുന്നത് എപ്പോഴാണ്? വെരിഫൈ ചെയ്യുമ്പോഴാണ്. അപ്പം എന്തിന് പരീക്ഷണങ്ങൾ നടത്തി എന്ന് ചോദിച്ചാൽ ഈ ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്യാൻ നടത്തി എന്ന് പറയുന്നതാവും കുറച്ചും കൂടി നല്ലത്. വെരിഫൈ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വെയ്ഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൺക്ലിയർ എന്നാണ് കേട്ടോ. അൺക്ലിയർ.
അല്ലെങ്കിൽ ആംബിഗ്യൂസ്. ഇതൊക്കെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെ നിരന്തരമായിട്ട് ചോദിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഇത് ആംബിഗ്യൂസ് പോലുള്ള. യെസ്, ഒബ്സ്ക്യൂർ എന്ന് പറയും. ഒബ്സ്ക്യൂർ, അന്ധകാരം നിറഞ്ഞ. വേരിയബിൾ, വേരിയേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റത്തെ കുറിക്കുന്നതാണ് കേട്ടോ. വെരിഫൈ എന്ന വാക്ക്. സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറയും. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ എന്നൊക്കെ ചോദ്യ പേപ്പറിലൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചു മടുത്തതല്ലേ, അല്ലേ? യെസ്, സബ്സ്റ്റാൻഷിയേറ്റ്. കൊറോബറേറ്റ്, കുറച്ച് വലിയ വാക്കുകളാണ്. ഒതന്റിക്കേറ്റ്, പിന്നെ വെരിഫൈ, കൺഫേം എന്ന് പറയും. കൺഫേം, ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറയും, കൊറോബറേറ്റ് എന്ന് പറയും, ഒതന്റിക്കേറ്റ് എന്ന് പറയും, കൺഫേം എന്ന് പറയും കേട്ടോ. ഏതിന്? ഈ വെരിഫൈ എന്ന വാക്കിന്റെ പലതരത്തിലുള്ള സിനോണിംസ് ആണ്. ഓർമ്മയിൽ ഉണ്ടാവണേ. ഓക്കെ. I long from travel outside the country, dreaming of adventures among the towering Alps and basking in the turquoise water of the Caribbean. See, ഇത് ആഗ്രഹമാണല്ലേ? രാജ്യത്തിന് പുറത്തു പോയി കരീബിയൻ കടലലകളിലൂടെ കടന്ന് ആൽപ്സിലൂടെ ഒക്കെ പോയി അങ്ങനെ മനോഹരമായ ഒരു യാത്ര നടത്തണം എന്നൊരു ആഗ്രഹമാണ്. സി, സ്ട്രോങ് ഡിസയർ കാണിക്കുമ്പോ നമ്മൾ ഒരിക്കലും ലോങ് ഫ്രം എന്നൊന്നും പറഞ്ഞേക്കരുത്, അത് തെറ്റാണ്. നമ്മൾ പറയും ലോങ് ടു. എന്തിന്? സ്ട്രോങ് ഡിസയർ കാണിക്കുമ്പോൾ കേട്ടോ. സ്ട്രോങ് ഡിസയർ. അതിന്റെ കറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ലോങ് ടു പ്ലസ് V1 ഇതാണ് വരിക. അപ്പം ഐ ലോങ് ടു ട്രാവൽ എന്നാണ് വരിക. ഐ ലോങ് ടു ട്രാവൽ. അപ്പൊ ഇവിടെ ഏതാണ് വരിക? യെസ്, ഓപ്ഷൻ എ. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഏത്? ഓപ്ഷൻ എ. ലോങ് ഫോർ എന്ന് പറയില്ല, അതൊക്കെ തെറ്റാണ്. ലോങ് ഫോർ ട്രാവൽ, ലോങ് അറ്റ് ട്രാവൽ, നോ നോ നോ. അത് ഓൾറെഡി ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി ഇതെന്തായാലും തെറ്റാന്ന് നമുക്കറിയാം, അല്ലെ? രണ്ടെണ്ണം വായിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു കല്ലുകടി പശുക്ക് തിരിയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ലോങ് ടു എന്നാണ് പറയട്ടെ. റൂൾ ഇത്രയേ ഉള്ളൂ, ലോങ് ടു പ്ലസ് V1. എന്ത്? സ്ട്രോങ് ഡിസയറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ഓക്കെ. യെസ്, അപ്പിയർ. അത് ഭയങ്കര സിമ്പിൾ ആണല്ലോ. അപ്പിയർ, കാണപ്പെടുക, സീം എന്നൊക്കെയാണ് ഈ അപ്പിയറിന്റെ അർത്ഥം. അപ്പിയർ തെറ്റാണ്. ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഫോം കേട്ടോ. അപ്പിയർ, APPEAR ആണ്. ഇവിടെയും APP ഉണ്ട്, പക്ഷെ AER, അതായത് ഈ A അപ്പുറം പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ്. പെട്ടെന്ന് ഇതൊക്കെ ഒരു എക്സാമിന്റെ ആ ഒരു ടെൻഷനിലൊക്കെ ഇത് വായിക്കുമ്പം ഒരുപക്ഷെ ഇതൊക്കെ ശരിയായിട്ടൊക്കെ തോന്നാം ചിലപ്പം. ചിലപ്പോ ഇതൊക്കെ അങ്ങ് എടുത്തു കളയും. ഓക്കെ, അതാണ്. ഇവിടെ റിലാക്സ്ഡ് ആയിട്ട് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് തോന്നിപ്പോകും. ബട്ട് സംടൈംസ് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മളെ വഞ്ചിക്കാം. ഓക്കെ, യെസ്. A building where animals are butchered. Butchered means അറക്കപ്പെടുക. അറക്കുക എന്നാണ് കേട്ടോ. സ്ലോട്ടർ ചെയ്യുക. നമ്മൾ അതിനെ സ്ലോട്ടർ ചെയ്യാന്ന് പറയും. അറക്കുന്നതിന് എന്ത് പറയും? സ്ലോട്ടർ ചെയ്യാന്ന് പറയും. അപ്പൊ ഈ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന ഈ അറവുശാലയ്ക്ക് നമ്മൾ എന്താ പറയാ? ബറോ ആണോ? അല്ല, ഈ ബറോ എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഓളാണ് കേട്ടോ. ഈ ചെറിയ പെരിച്ചാഴിയും അതുപോലെ തന്നെ ഈ മുയലൊക്കെ ഉണ്ടാക്കുന്ന ഈ ചെറിയ മാളങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ ബറോ എന്ന് പറയുന്നത്. സിമിട്രി, അത് ആൾക്കാരെ അടക്കുന്ന സ്ഥലമാണ്, ഒരിക്കലും മൃഗങ്ങളെ കൊല്ലുന്നതല്ല. ഡിക്കാൻഡർ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് ജാറാണ്. അതായത് ഈ വൈനൊക്കെ ഒഴിച്ചു വെക്കുന്ന, വൈനൊക്കെ ഒരുപാട് കാലം കേടുകൂടാതെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഗ്ലാസിന്റെ ഒരു ഭരണി ഉണ്ട്, ഒരു ജഗ്. ആ ജഗ്ഗിനെ അല്ലെങ്കിൽ ജാറിനെയാണ് എന്ത് വിളിക്കുക? ഡിക്കാൻഡർ എന്ന് വിളിക്കുക. അതിന് ഈ പറഞ്ഞ സ്ഥലവുമായിട്ട് ബന്ധമൊന്നുമില്ല. ആൻഡ് അറവുശാലയ്ക്ക് നമ്മൾ പറയും അബോട്ടായ. സ്ലോട്ടർ ഹൗസ് കേട്ടോ. സ്ലോട്ടർ ഹൗസ് എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ അതിനെ ബുച്ചറി എന്നും പറയും. ബുച്ചറി അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് എന്ന്.
they all felt that the movie was truly captivating. Captivating എന്ന് പറഞ്ഞാൽ എന്താ? Captivating and unforgettable, മറക്കാനാവാത്തത്. ക്യാപ്റ്റിവേറ്റിംഗ് എന്ന വാക്കിന്റെ വിപരീത പദമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ക്യാപ്റ്റിവേറ്റിംഗ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മൂവി ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് എന്നാണ് അർത്ഥം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് അല്ല, കുറച്ചധികം വാക്കുകൾ എഴുതാം ഞാനിവിടെ. ഫാസിനേറ്റിംഗ് അല്ല, ചാമിങ് എന്ന് പറയും. ചാമിങ്. പിന്നെ എൻചാൻഡിങ്, വശീകരിക്കുന്നതൊക്കെയാണ് അതിന്റെ കറക്റ്റ് മലയാളം. പക്ഷെ ഈ ക്യാപ്റ്റിവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം അത് തന്നെയാണ്. ആൾക്കാരെ ഹഠാത് ആകർഷിക്കുക എന്നൊക്കെ പറയില്ല, അതാണ് ഈ ക്യാപ്റ്റിവേറ്റിംഗ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം അതിന്റെ ആന്റണി എന്ന് പറഞ്ഞാൽ റിപ്പഗ്നന്റ് എന്ന വാക്കാണ്. റിപ്പഗ്നന്റ് റിപ്പഗ്നന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറപ്പുള്ള വാക്കുന്ന ഭയങ്കര മോശപ്പെട്ട കാര്യമില്ല, അതിനെയാണ് നമ്മൾ റിപ്പഗ്നന്റ് എന്ന് പറയുക. ഓക്കെ, അൺപ്ലസന്റ്, മോശപ്പെട്ട, അൺപ്ലസന്റ്. അതിന് ഡിസ്കസ്റ്റിംഗ് എന്ന് പറയില്ലേ, ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള വാക്കുകളല്ല, സാധനങ്ങളെ. ഡിസ്കസ്റ്റിംഗ്, അബ്ഹോറന്റ്. അബ്ഹോറന്റ് എന്ന് പറയും, അതൊരു പുതിയ വാക്കാണ് കേട്ടോ. അബ്ഹോറന്റ്, ഡിസ്കസ്റ്റിംഗ്, അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? റിപ്പഗ്നന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇതിലെ ശരി ഉത്തരം ഏതാ? ഇതാണ് കേട്ടോ, റിപ്പഗ്നന്റ് ആണ് ഇതിന്റെ ആന്റണിം. ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? കരിസ്മാറ്റിക് ധ്യാനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ല? നമ്മൾ ഈ കൈയടിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന രീതിയാണ് ഈ കരിസ്മാറ്റിക് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഡൈനാമിക്, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഡൈനാമിക്. അതുപോലെ ചാമിങ് എന്നൊക്കെയാണ് എന്താ ഈ കരിസ്മാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം. കരിസ്മ എന്ന് പറഞ്ഞാൽ ഒരു ഔറ എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്നുണ്ടല്ലോ, ഔറ, ആ സാധനം. റിലേറ്റബിൾ അറിയാലോ. ടാൻഡലൈസിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ടെംപ്റ്റിംഗ്, വശീകരിക്കുന്ന, മോഹിപ്പിക്കുന്ന എന്നൊക്കെയാണ് ഈ ടാൻഡലൈസിങ് എന്ന വാക്കിന്റെ അർത്ഥം. ടെംപ്റ്റിംഗ് എന്ന് പറയും, അല്യൂറിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ എക്സ്ട്രാ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എററുള്ള സെന്റൻസ് കണ്ടെത്താനാണ്. ഓൾദോ ഷീ ഈസ് യൂഷ്വലി റൂഡ് വിത്ത് എവരി വൺ. പൊതുവെ അവള് എല്ലാവരോടും ഭയങ്കര, എന്താണ് പറയുക, ഭയങ്കര ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ക്രൂരതയോടുകൂടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിലും ഷീ ബിഹേവ്ഡ് നൈസ് വിത്ത് ഓൾ ഓഫ് us ടുഡേ. ഇന്ന് എന്താന്ന് അറിയത്തില്ല, നമ്മളോട് ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ സംസാരിച്ചു? ഇവിടെ ബിഹേവ്ഡ് എന്നല്ലേ ക്രിയ, ഇതാണ് വെർബ് അല്ലെ, അല്ലെങ്കിൽ ക്രിയ. ഓക്കെ, അപ്പം ഈ വാക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയുന്നതല്ലേ, അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്നതല്ലേ. അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ എന്താ ഉപയോഗിക്കണ്ടേ? ക്രിയാവിശേഷണം, അഥവാ നമുക്ക് ആഡ്വർബ് ആണ് വേണ്ടത് അല്ലെ. എങ്ങനെ ബിഹേവ് ചെയ്തു? നൈസ് എന്നല്ല. കാരണം ഇവിടെ നൈസ് വരാത്തതിന്റെ കാര്യം, നൈസ് ഒരു അഡ്ജക്റ്റീവ് ആണ്. നൈസ് അഡ്ജക്റ്റീവ്, നമുക്ക് ആരെയാ വേണ്ടേ? ആഡ്വർബ്. ഈ നൈസിന്റെ ആഡ്വർബ് ഫോം ആണ് നൈസ്ലി, ആഡ്വർബ് ഫോം. അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? ഹി ബിഹേവ്ഡ് എങ്ങനെ? നൈസ്ലി എന്നാണ് വേണ്ടത്. കേവലം നൈസ് എന്ന് മാത്രം എഴുതരുത്, നൈസ്ലി. ഹി ബിഹേവ്ഡ് നൈസ്ലി. അപ്പൊ അത് മനസ്സിലായോ? ഇതിന്റെ കാരണം മനസ്സിലായോ? ക്രിയയെ വിശേഷിപ്പിക്കുന്നതുകൊണ്ടാണ്, പെരുമാറ്റത്തെ വിശേഷിപ്പിക്കുന്നതുകൊണ്ടാണ്, എങ്ങനെ പെരുമാറി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായതുകൊണ്ടാണ് എന്ത് വെച്ചത്? നൈസ്ലി വെച്ചത്. ഓക്കെ. She is someone who always discourages our enthusiasm. ഇത് ശരിക്കും അണ്ടർലൈൻഡ് ആയിരുന്നു ചോദ്യത്തിൽ, ഞാനത് ഇങ്ങോട്ടേക്ക് വെച്ചപ്പോ മറന്നുപോയതാണ്. Therefore we have decided to keep our distance from her. അപ്പം ആളൊരു ഭയങ്കര നെഗറ്റീവ് ആണ്. ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവാറില്ലേ, ഉഫ് ഇയാളോട് സംസാരിക്കണ്ടായിരുന്നു, കാരണം അത്രയും നെഗറ്റീവാണ്, ഒന്നും ചിന്തിക്കില്ല അല്ലെ. നമ്മളൊരു നല്ലൊരു കാര്യം പറയത്തൊന്നുമില്ല, നമ്മുടെ ഉള്ള വിശ്വാസം കൂടി തകർത്തെറിയും. അങ്ങനെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു തീക്ഷ്ണതയെ ഇല്ലാതാക്കുന്ന ആളെ ഏത് ഇഡിയം ഉപയോഗിച്ച വിശേഷിപ്പിക്കുന്നത്? A wet blanket, a 9 days wonder, a cash cow, a fish out of water. ഏത് ഇഡിയം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാം? കറക്റ്റ് ആണ് ഓപ്ഷൻ എ, a wet blanket. ഒരു നനഞ്ഞ ബ്ലാങ്കറ്റ് എന്ന് വിളിക്കാം അങ്ങനെയുള്ള ആൾക്കാരെ.
നിങ്ങൾ ആലോചിക്കുക, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീക്കൂട്ടം, അതിലേക്ക് ഒരു നനഞ്ഞ ബ്ലാങ്കറ്റ് കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? തീ എന്നേക്കുമായിട്ട് അണഞ്ഞു പോകും അല്ലെ? ഇതേപോലെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഈ എന്തൂസിയാസത്തെ, ഈ ഒരു ആത്മവിശ്വാസത്തെ ഈ നനഞ്ഞ പുതപ്പ് പോലെ വന്നിട്ട് ചിലർ നെഗറ്റീവ് കോമന്റും കൊണ്ട് ഇല്ലാതാക്കും. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഒരുപാട് വെറ്റ് ബ്ലാങ്കറ്റ്സിനൊക്കെ കാണും. നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എത്രയോ പേരോട് ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് SSCക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, ഞാൻ MTSന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം, SSC അതുകൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോ, നീ വല്ല വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. അപ്പം വെറ്റ് ബ്ലാങ്കറ്റ്, someone who kills others enthusiasm എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ മീനിങ് ആണ്. A 9 days wonder എന്ന് പറഞ്ഞാൽ something famous for an അതായത് ഒരു കുറച്ച് നേരത്തെ മാത്രം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എന്നിട്ട് പിന്നെ ഫീൽഡ് ഔട്ട് ആയി പോകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 9 days wonder എന്ന് പറയുന്നത്. 9 ദിവസത്തെ അത്ഭുതം, അത്രേ ഉള്ളൂ. 9 ദിവസമേ ഉള്ളത്. അതിൽ തന്നെ അതിൻ്റെ ഒരു അക്ഷരാർത്ഥത്തിന് നമുക്ക് പിടികിട്ടും അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഈ ബിഗ് ബോസിന്റെ വിജയിയും അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയും. അത് ആക്ച്വലി ഒരു 9 days വണ്ടർ ആണ് അല്ലെ? ഒരു 2 ദിവസം കഴിഞ്ഞ ആൾക്കാർ ഇത് മറക്കും. പിന്നെ എന്ത് ബിഗ് ബോസ് അല്ലേ, എല്ലാവരും സ്വന്തം ജീവിതത്തിലേക്ക് പോകും. ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുന്ന എല്ലാ കാര്യങ്ങളും എന്ത് പറയാം, ഈ 9 days വണ്ടർ ആണ്. ഇതിനിടയ്ക്ക് ഹസ്കി ഡാൻസ് വൈറൽ ആയിരുന്നു അല്ലെ? എല്ലാവരും ഭയങ്കര പരിപാടി ഡാൻസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് 2-3 ദിവസം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, അതിനുശേഷം അത് കാണാൻ അറിയത്ത് പോലും ഇല്ല. അപ്പൊ അതാണ് 9 days വണ്ടർ എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാം ട്രെൻഡിനെ കുറിച്ച് വിചാരിക്കുക. ക്യാഷ് കൗ എന്ന് പറഞ്ഞാല് സംതിങ് സ്റ്റഡി ഇൻകം എന്നാണ് കേട്ടോ. സ്റ്റഡി ഇൻകം, അതായത് നമുക്ക് കൃത്യമായിട്ട് പൈസ തരാൻ വകുപ്പുള്ള ഒരു കാര്യത്തെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാഷ് കൗ എന്ന് വിളിക്കാം. ക്യാഷ്, ഫോർ എക്സാമ്പിൾ, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാഷ് കൗ ആണ് അവരുടെ ഐഫോൺ. അതിൽ നിന്നല്ല അവർക്ക് സ്റ്റഡി പ്രോഫിറ്റും ഇൻകമും ഒക്കെ കിട്ടുന്നത്. ഇപ്പൊ കേരളക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ക്യാഷ് കൗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടൂറിസം ആണ് അല്ലെ? നമ്മളത് കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്താൽ ഈ ടൂറിസം നമ്മളെ സംബന്ധിച്ച് ഒരു ക്യാഷ് കൗ ആയി മാറും. അവിടുന്ന് ഇഷ്ടംപോലെ സ്റ്റഡി ഇൻകമും പ്രോഫിറ്റും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ? അപ്പൊ ക്യാഷ് കൗ അതാണ്. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ someone in a uncomfortable situation എന്നാണ് കേട്ടോ. അപ്പം മീനിന്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വെള്ളമാണല്ലോ. വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ അത് ഭയങ്കര അല്ലേ, നിലവിളിയല്ല, കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഭയങ്കര വെപ്രാളം കാണിച്ച് അങ്ങനെയാണ്. മീനിന്റെ എന്ന് പറഞ്ഞാൽ മീൻ ജീവിക്കുന്നത് വെള്ളമാണ്. വെള്ളത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഒരു അപരിചിതമായിട്ടുള്ള സാഹചര്യമാണ്, അൺകംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് കയറുമ്പോഴോ പുതിയൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ ഈ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ ആണ് അല്ലേ? യെസ്, ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്തത് ക്ലോസ് ടെസ്റ്റ് ആണ്. എല്ലാ ഷിഫ്റ്റിലും നമുക്ക് ഇതേപോലെ ഒരു സംഭവം ചെയ്യാനുണ്ടാവും. അതായത് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇല്ല, അതിന്റെ കുറച്ച് ഒരു വിപുലീകരിച്ച വേർഷൻ എന്ന് പറയാം. ഒരു പാരഗ്രാഫ് ആണ്, 5 ബ്ലാങ്ക്സ് ഉണ്ടാവും. ഈച്ച് ബ്ലാങ്ക് വിൽ ഹാവ് 4 ഓപ്ഷൻസ്. കറക്റ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പൊ ഇവിടെ മൊത്തത്തില് ഒന്ന് കണ്ണോടിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ്. അപ്പൊ ത്രൂ ഔട്ട് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു മൈൻഡ് ആയിരിക്കണം. ഓക്കെ, ദൈവങ്ങളെ കുറിച്ചാണ്, ബിലീഫിനെ കുറിച്ചാണ് എന്നൊരു ചിന്ത വേണം. നമുക്ക് നോക്കാം. ഗോഡസ്, യെസ്, ദേവിയെ കുറിച്ചാണ് പറഞ്ഞത്. ഗോഡസ് ശൈൽപുത്രി ഇസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ഗോഡസ് ദുർഗ. ദുർഗാദേവിയുടെ 1ാമത്തെ ഫോമാണ്. ഹു ഈസ് വർഷിപ്ഡ്? ആര്? ഈ ശൈലപുത്രി. വർഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് ആരാധിക്കുക എന്നാണ് കേട്ടോ. നമ്മൾ അതിനെ അഡോർ ചെയ്യാന്നൊക്കെ പറയും. അഡോർ അല്ലെങ്കിൽ വെനറേറ്റ് എന്നൊക്കെ പറയും. ബഹുമാനിക്കുക, വെനറേറ്റ്, അഡോർ. ഹു ഈസ് വർഷിപ്ഡ്, ആരാധിക്കപ്പെടുന്നു. എപ്പോ? ഡാഷ് നവരാത്രി, അതായത് നവരാത്രി സമയത്ത് ആരാധിക്കപ്പെടുന്നു എന്നാണ്. നവരാത്രിയുടെ ആ ടൈമിൽ എന്ന് പറയുമ്പോൾ എമംഗ് ആണോ, ടു ആണോ, ബൈ ആണോ, ഡ്യൂറിങ് ആണോ? ഒരു ഈവന്റിന്റെ ഇടയിൽ, ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡ്യൂറിങ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ.
അപ്പൊ ഇവിടെ ഏതാണ് വരിക? ഡ്യൂറിങ് ആണ് വരിക. ഡ്യൂറിങ് ഹോളിഡേയ്സ്, ഡ്യൂറിങ് ക്രിസ്മസ്, ഡ്യൂറിങ് ഓണം, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പം റൂൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഒരു നിയമം കേട്ടോ. ഡ്യൂറിങ് പ്ലസ് ഈവന്റ്, ഈവന്റിന്റെ ഇടയിൽ നിന്ന് കാണിക്കുമ്പോൾ ഡ്യൂറിങ്. ഓക്കെ, അടുത്തത് ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഷീ ഈസ് വർഷിപ്ഡ് ആസ് ദ ഡോട്ടർ ഓഫ് ഡാഷ് ഹിമാലയാസ്. ഡാഷ് ഹിമാലയാസ്. അവിടെ ഏതെങ്കിലും ആർട്ടിക്കിൾ വേണോന്ന്. ഹിമാലയാസ് എന്ന് പറയുന്നത് കേവലം ഒരു സ്ഥലമാണോ? ഒരു റാൻഡം പ്ലേസ് ആണോ? അല്ല, കൃത്യമായിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമ്മൾ ഹിമാലയം എന്ന് ഒരാൾ പറയുമ്പോൾ നമുക്കറിയാം ഇന്ന പർവ്വതത്തെ കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്, അല്ലെ? പർവ്വത നിരയെ കുറിച്ചാണ്. അപ്പം ഇംഗ്ലീഷിലെ നിയമപ്രകാരം ഫേമസ് ആയിട്ടുള്ള പർവ്വത നിരകൾ ഫേമസ് ആവണം. ഏതൊക്കെയാ? മൗണ്ടൻ റേഞ്ചസ്, അതുപോലെ ബിൽഡിങ്സ്, റിവേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പിന്നെ ചില പ്രത്യേക ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ ഡെസേർട്ട്, പ്രസിദ്ധമായിട്ടുള്ള ഡെസേർട്ട്. ഇതിന്റെ ഒക്കെ പേരിന്റെ കൂടെ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എഴുതാൻ സ്ഥലമില്ല, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. യെസ്, എന്ത് ചേർക്കണം എന്ന് പറഞ്ഞ ആഡ്. അപ്പൊ നിയമം ഇത്രയേ ഉള്ളൂ. പ്രസിദ്ധമായിട്ടുള്ള പർവ്വത നിരകള്, നദികള്, ജലാശയങ്ങള്, മനുഷ്യനിർമ്മിത ബിൽഡിങ്സ്, ന്യൂസ് പേപ്പറുകളുടെ പേരുകൾ, പ്രസിദ്ധമായിട്ടുള്ള ഹോട്ടലുകളുടെ പേരുകൾ, ചില പ്രസിദ്ധമായിട്ടുള്ള ട്രെയിനുകളുടെ പേരുകള്, ഇതിനൊക്കെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ദാ ചേർക്കണം. ഹിമാലയാസ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു പർവ്വത നിരയായതുകൊണ്ട് നമ്മളിവിടെ ഏത് ചേർക്കും? ദാ ചേർക്കും. അപ്പൊ ഇവിടെ ബ്ലാങ്ക് നമ്പർ 2 എന്താ വരിക? ദായാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൊണ്ട്, ഈ പർവ്വത നിരകൾ എന്ന് കേൾക്കുമ്പോ ചാടി കയറി എല്ലാ പർവ്വതങ്ങളുടെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കരുത്. നമ്മൾ ഒരിക്കലും സിംഗിൾ പർവ്വതങ്ങളുടെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ശ്രദ്ധിക്കണേ, പർവ്വത നിരകൾ എന്നാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പർവ്വത നിരയാണെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ ഉപയോഗിക്കുള്ളൂ. സിംഗിൾ പർവ്വതങ്ങളുടെ കൂടെ ഒന്നും ഉപയോഗിക്കില്ല, ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ, എവറസ്റ്റ് സിംഗിൾ പർവ്വതമാണ്. വി ഡു നോട്ട് സേ ദ എവറസ്റ്റ് ഓർ എ എവറസ്റ്റ്. ജസ്റ്റ് മൗണ്ട് എവറസ്റ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. അല്ലെ മൗണ്ട് ഫുജി, അല്ലെ മൗണ്ട് കിളിമാഞ്ചാരോ, ഇതൊക്കെ സിംഗിൾ പർവ്വതങ്ങളാണ്. അതുകൊണ്ട് എന്തേ പാടുള്ളൂ? നോ ആർട്ടിക്കിൾസ്. ഇത് പർവ്വത നിരയായതുകൊണ്ട് ഇതാ. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണേ. ഇനി ബ്ലാങ്ക് നമ്പർ 3 പോകാം. ബ്ലാങ്ക് നമ്പർ 3 ആണ് കേട്ടോ. ബ്ലാങ്ക് നമ്പർ 3. യെസ്, ഷീ ഈസ് ദ ഗോഡസ് ഡാഷ് നേച്ചർ. പ്രകൃതിയുടെ ദേവി. ഇന്ന കാര്യത്തിന്റെ ദൈവം എന്ന് പറയുമ്പോഴേ നമ്മൾ എന്താ സാധാരണ പറയാറ്? മാർവൽ മൂവീസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ തോർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്, അല്ലെ? തോറിനെ നമ്മൾ എന്തായിട്ടാ കരുതുന്നത്? ഗോഡ് ഓഫ് തണ്ടർ. ഗോഡ് ഓഫ് തണ്ടർ, അല്ലെ? ഗോഡ് ഓഫ് തണ്ടർ ആരാ? തോർ. ആ ചുറ്റികയൊക്കെ പിടിച്ചു വരുന്ന ചങ്ങാതി ഇല്ലേ? അദ്ദേഹത്തെയാണ് നമ്മൾ ഗോഡ് ഓഫ് തണ്ടർ അഥവാ തോർ എന്ന് വിളിക്കുന്നത്. അല്ലെ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്. ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്. അതേപോലെ നേച്ചറിന്റെ ദേവി എന്ന് പറയുമ്പോൾ ഗോഡസ് ഓഫ് നേച്ചർ. നമ്മൾ ഈ പൊസഷൻ കാണിക്കുമ്പം എപ്പോഴും ഓഫ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ഉടമസ്ഥത കാണിക്കുമ്പോൾ പൊസഷൻ. ഇഫ് യു വാണ്ട് ടു ഷോ പൊസഷൻ യു നീഡ് ടു യൂസ് ഓഫ്. 4ാമത്തെ ബ്ലാങ്കിലേക്ക് പോവാം. 4. And is adorned. Adorned means decorate ചെയ്യാന്നാണ് കേട്ടോ. വിത്ത് ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. And she dash a bull and holds a trident in one hand and a lotus flower in another. ഈ ദേവിയുടെ ചിത്രം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? എപ്പോഴും ആ ദേവിയെ ചിത്രീകരിക്കുന്നത് ഒരു ലോട്ടസും അതുപോലെ തന്നെ ഒരു ബുള്ളിന്റെ പുറത്തൊക്കെ ആയിട്ടാണ്, അല്ലെ? ബുള്ളിനെ ഓടിച്ചു വരുന്നത് പോലെയാണ്. അപ്പൊ ഇതൊരു ജനറൽ ബിലീഫ് അല്ലേ? പൊതുവായിട്ടുള്ള ഒരു ദേവിയുടെ ഒരു ചിത്രം അതാണ്. എല്ലാ കാലത്തും എല്ലാ കഥാബുക്കുകളിലും എല്ലാ ചരിത്രങ്ങളിലും ദേവിയുടെ ചിത്രം അങ്ങനെയായിരുന്നു.
സോ ഇറ്റ് ഈസ് എ ജനറൽ തോട്ട് അല്ലെങ്കിൽ ജനറൽ ബിലീഫ് അല്ലെ? ജനറൽ ബിലീഫ് അല്ലേ? ജനറൽ കാര്യങ്ങൾ ഏത് ടെൻസിൽ പറയണമെന്നാ പഠിച്ചത് നമ്മള്? സിമ്പിൾ പ്രസന്റ്, അതായത് പ്രസന്റ് ടെൻസിലേ പറയാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഇത് വരുമോ? വാസ് റൈഡിങ്, ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താ ഇപ്പൊ ഓടിക്കുന്നില്ലേ? ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ ഓടിക്കുന്നത് പോലെ തന്നെയല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് മോശമാണ്. അതായത് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, പാടില്ല. ഇനി ഹാഡ് റീഡൻ, ഓടിച്ചിട്ടുണ്ടായിരുന്നു, അതെന്താ ഇപ്പൊ ഓടിക്കുന്നില്ലേ എന്നൊരു ചോദ്യം വരില്ലേ? അപ്പൊ ഹാഡ് റീഡനും പറ്റില്ല. ഇത് ഏതാ ടെൻസ് എന്നറിയോ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, ചേരില്ല. റോഡ് എന്ന് പറഞ്ഞ സിമ്പിൾ പാസ്റ്റ്, ഓടിച്ചു എന്നാണ് സിമ്പിൾ പാസ്റ്റ്. അപ്പോഴും ഇപ്പൊ ഓടിക്കുന്നില്ല എന്നൊരു ചോദ്യം വരും. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അപ്പം ഇപ്പോഴും ഓടിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പം റൈഡ്സ് ആണ് അവിടെ വരിക. ഇതാണ് സിമ്പിൾ പ്രസന്റ് കേട്ടോ. സിമ്പിൾ പ്രസന്റിലെ വെർബ് ഫോം ഇങ്ങനെയാ വരിക. ഇതൊരു ജനറൽ ബിലീഫ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്തുവരും? ഷീ റൈഡ്സ് എന്നാണ് വരിക. I have already written 9 different forms of Durga are worshipped. അതുകൊണ്ടാണ് നവരാത്രി എന്ന് പേര് വന്നത് ഒരു പക്ഷെ അല്ലെ? നോക്കാം. Yes. Durga is the dash 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 deity. Deity means Deva Sankalpam. Also known as Adi Shakti, the energy that manifested to create the universe. അതായത് ഈ പ്രപഞ്ചം ഉരുവാകാൻ കാരണമായിട്ടുള്ള ഒരു ശക്തി, ആദിശക്തി ആയിട്ടാണ് ഈ ദേവിയെ നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം എന്ത് ദൈവസങ്കല്പം എന്നാ പറയുന്നത്? ഇന്ത്യൻ ആണ്, റേഡിയന്റ് ആണ്, പവർഫുൾ ആണ്. അപ്പം ഈ ദൈവസങ്കല്പം, ഈ ഡെയ്റ്റി എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്ന 3 അഡ്ജക്റ്റീവ്സ് ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം, ഒരു നൗണിനെ തന്നെ വിശേഷിപ്പിക്കുന്ന ഡിഫറെന്റ് അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ എഴുതി വെക്കാൻ പറ്റത്തില്ല. ആ ഓർഡർ എന്ന് പറയുന്നത്, ആ ഓർഡർ പ്രകാരം ഇത് നോക്കിയേ. ഇന്ത്യൻ എന്ന് പറയുന്നത് എന്താ? ഒറിജിൻ ആണ് അല്ലെ? ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട അഡ്ജക്റ്റീവാണ്. റേഡിയന്റ് ഒരു ക്വാളിറ്റിയാണ്. പവർഫുൾ എന്ന് പറയുന്നതും ക്വാളിറ്റിയാണ്. അപ്പം ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ് പ്രകാരം ക്വാളിറ്റി കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷണം ഉണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉത്ഭവവും അല്ലെങ്കിൽ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജക്റ്റീവ് എഴുതാൻ പാടുള്ളൂ. ഫസ്റ്റ് കംസ് ക്വാളിറ്റി, ദെൻ കംസ് ഒറിജിൻ. അപ്പം അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഒറിജിൻ ആദ്യം വന്നു, അതിന് ശേഷമാണ് ക്വാളിറ്റി വന്നത്, പോയി. ഇവിടെ റേഡിയന്റ് ക്വാളിറ്റി ആദ്യം വന്നു, പക്ഷെ ഇവിടെ നടുക്കുക വീണ്ടും ഒറിജിൻ വന്നു, അവസാനം വീണ്ടും ക്വാളിറ്റി. അങ്ങനെ പറ്റില്ല. ഇവിടെ നോക്കിയേ, പവർഫുൾ, റേഡിയന്റ്, ഇന്ത്യൻ. കറക്റ്റ് ആൻസർ കിട്ടി. നമുക്ക് ആൻസർ കിട്ടി. ഏതാ? പവർഫുൾ ക്വാളിറ്റി, റേഡിയന്റ് ക്വാളിറ്റി. അതിനുശേഷം മാത്രമാണ് എന്ത്? ഇന്ത്യൻ ഉപയോഗിച്ചത്. കണ്ടോ? ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് ക്വാളിറ്റിക്ക് ശേഷം മാത്രം മെൻഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ അവസാനം വന്നത് ഒറിജിൻ. ഇവിടെ നോക്കിയാൽ പവർഫുൾ, ഇത് വീണ്ടും ഇന്ത്യൻ നടുക്ക് വന്നു. അപ്പൊ ഇവിടെ ശരി ഉത്തരം ഏതാ? ഓപ്ഷൻ 3. അപ്പം എഴുതുമ്പോ റേഡിയന്റ്, ഇന്ത്യൻ, ഡെയ്റ്റി. ഓക്കെ, സോ അപ്പം 5 ബ്ലാങ്ക്സും കിടിലമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് സെഷൻ. അപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ വാക്കുകൾക്ക് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമർ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഏതുമായിക്കോട്ടെ, ഡ്രോപ്പ് ദം ഇൻ ദ കോമെന്റ് സെക്ഷൻ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ ക്വറീസിന് ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഹാപ്പി ലേണിംഗ്.